ഇന്ത്യ ഒരു കുതിച്ചു വളരുന്ന രാജ്യമാണോ? ഇന്ത്യ ഒരു കുതിച്ചു വളരുന്ന രാജ്യം എന്നാണ് IMF-ഉം മറ്റ് രാജ്യങ്ങളും കണക്കാക്കുന്നത്. IMF-ന്റെ ഈ വർഷം ആരംഭത്തിലുള്ള കണക്കനുസരിച്ച് ഇന്ത്യ ഈ ധനവർഷത്തില് 6.5% വളർച്ച നേടും എന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്ത്, അതായത് ട്രംപിന്റെ വരവിന് ശേഷം ഉണ്ടായ വ്യാപാര യുദ്ധം, ആഗോളതലത്തിലുണ്ടായ വ്യാപാര യുദ്ധം എല്ലാ രാജ്യങ്ങളുടെയും GDP വളർച്ചയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ഈ ട്രംപിന്റെ വ്യാപാര യുദ്ധം ഇപ്പോൾ ഏകദേശം നിശ്ചലമായിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ആഗോള മാന്ദ്യം തന്നെ രൂപപ്പെടുമായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ കേട്ട് ട്രംപിന്റെ കൂടെയുള്ള അതായത് ഇക്കണോമിക് എഫിഷ്യൻസി വകുപ്പിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ശക്തമായ ഉപദേശങ്ങളുടെ ഫലമായിട്ടാകാം ലോക വ്യാപാര യുദ്ധം ഇപ്പോൾ നിർത്തലാക്കി. അദ്ദേഹം അതിന് ഏകദേശം അന്ത്യം കുറിച്ചിരിക്കുകയാണ്. അന്ത്യം കുറിച്ചു, ഇനിയും തലപൊക്കി വരുമോ എന്നറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ ശാന്തമായിരിക്കുന്നു. വലിയ പ്രകോപനപരമായ രീതിയിലുള്ള ഇറക്കുമതി തീരുവകളെ പറ്റി അദ്ദേഹം സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ, അതായത് നമ്മൾ വിചാരിച്ചത് ഈ വർഷം IMF പറഞ്ഞിരുന്നു ഇന്ത്യ 6.5% വളർച്ച രേഖപ്പെടുത്തുമെന്ന്. പക്ഷെ ഈ വ്യാപാര യുദ്ധത്തിന്റെ പോക്ക് കണ്ട് IMF തന്നെ അത് ഇത്തിരി കുറച്ച് 6.3% വളർച്ചയിലേക്ക് ഇന്ത്യ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ എത്തുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോ 5ാമത്തെ ഏറ്റവും വലിയ GDP ഉള്ള രാജ്യമാണ്. 5ാമത്തെ ഏറ്റവും വലിയ GDP ഉള്ള രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കണ്ടേ, ഏതാണ് 1ാമത്തെ GDP ഉള്ള രാജ്യം, അവരുടെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്, 2ാമത്തെ GDP ഉള്ള രാജ്യം ഏത്, അവരുടെ പെർ ക്യാപിറ്റ ഇൻകം ഏത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ. വെറുതെ GDP കണക്ക് പറയുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാവുകയില്ല. 1ാമത്തെ GDP ഉള്ള രാജ്യം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. എന്താണ് അമേരിക്കയുടെ GDP മീൻസ് ആഭ്യന്തര മൊത്ത വരുമാനം. എത്രയാണത്? 30.51 ട്രില്യൺ ആണ്. ഇത് 2024 കണക്കാണ്. 2022 അവരുടെ GDP 28 ട്രില്യൺ ആയിരുന്നു. അത് അവിടെ നിന്ന് വളർന്ന് 30.51 ട്രില്യൺ ആയിട്ട് ഇപ്പോൾ വളർന്നിരിക്കുന്നു. ഇനി അവരുടെ പെർ ക്യാപിറ്റ ഇൻകം നോക്കുകയാണെങ്കിലോ, അവരുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $70,539 ആണ്. അതായത് $70,539 ആണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ചാൽ ആളോഹരി വരുമാനം അമേരിക്കയിലെ. അമേരിക്കയിലെ പോപ്പുലേഷൻ എത്രയാണ്? 33.3 കോടിയാണ് അമേരിക്കയുടെ ജനസംഖ്യ. ഈ അമേരിക്കൻ ജനസംഖ്യയുടെ പെർ ക്യാപിറ്റ ഇൻകം ആണ് ഞാൻ പറഞ്ഞ $70,539 എന്ന് പറയുന്നു. ഇനി നമുക്ക് നോക്കാം, 2ാമത്തെ വലിയ ഹയസ്റ്റ് GDP ഏതാണ്? 2ാമത്തെ ഹയസ്റ്റ് GDP എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയുടെ GDP എത്രയാണ്? ചൈനയുടെ GDP 2022 18 ട്രില്യൺ ആയിരുന്നു. ഇപ്പോ 2024 അത് 19.23 ട്രില്യൺ ആയിട്ട് വർദ്ധിച്ചു. ചൈനയുടെ പെർ ക്യാപിറ്റ ഇൻകം 13,312 രൂപയാണ്. 13,312 രൂപ. ഇനി ഞാൻ ജപ്പാന്റെയും ചൈനയുടെയും എല്ലാം ഒന്നും പെർ ക്യാപിറ്റ ഇൻകം പറയാൻ പോകുന്നില്ല, കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട്. പക്ഷെ 3ാമത്തെ ഹയസ്റ്റ് GDP എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെതാണ്? ജർമ്മനിയുടേതാണ്. അവരുടെ എത്രയാണ് ട്രില്യൺ GDP? $4.74 ട്രില്യൺ ആണ് ജർമ്മനിയുടെ GDP. ജർമ്മനിയൊക്കെ വളരെ ചെറിയ രാജ്യമാണ്, പോപ്പുലേഷൻ വളരെ കുറവാണ് കേട്ടോ. പെർ ക്യാപിറ്റ ഇൻകം എടുത്താൽ വലിയ കണക്കിൽ കിട്ടും നമുക്ക്. പക്ഷെ ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ 4ാമത്തെ ഏറ്റവും ഹയസ്റ്റ് GDP ജപ്പാന്റേതാണ്. അവരുടെ ഇപ്പോഴത്തെ GDP, അതായത് 2024 രേഖപ്പെടുത്തിയിരിക്കുന്ന GDP 4.186 GDP ആണ്. അതുപോലെ 5ാമത്തെ GDP രാജ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ 2024 GDP എന്ന് പറയുന്നത്
$3.889 ആണ്. $3.889 ആണ്. അപ്പൊ എന്തിനാ ഈ കണക്കുകൾ? അതുപോലെ $3.889 എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം? ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം, ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $2,500 ആണ്. പെർ ക്യാപിറ്റ ഇൻകം $2,500 ആണ്. അപ്പൊ എന്തിനാണ് ഈ പെർ ക്യാപിറ്റ ഇൻകവും കൂടി പറയുന്നത്? അത് പറഞ്ഞാലേ ഈ പറയപ്പെട്ട GDP കണക്ക് പറയുന്നതിൽ എന്തെങ്കിലും സെൻസ്, എന്തെങ്കിലും യുക്തിയുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയുടെ GDP, അവരുടെ പെർ ക്യാപിറ്റ ഇൻകം $70,539. ചൈനയുടേത് $13,312. ഇന്ത്യയുടെ എത്രയാണ്? $2,500. ഇത് മൂന്നുമാണ് നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത്. ശരിക്കും പറഞ്ഞാൽ GDP ഒന്നാം സ്ഥാനത്ത് ആര് നിൽക്കുന്നു, രണ്ടാം സ്ഥാനത്ത് ആര് നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി പെർ ക്യാപിറ്റ ഇൻകം എത്ര എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഇന്ത്യ GDP ഇപ്പോ IMF പറഞ്ഞിരിക്കുന്നത് ഈ 2024-25 അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ 4ാമത്തെ ഹയസ്റ്റ് GDP ആയിട്ട് മാറും. ഇപ്പൊ 4ാമത്തെ ഹയസ്റ്റ് GDP ജപ്പാനാണ്. ആ സ്ഥാനം ഇന്ത്യ ഏറ്റെടുക്കും. എത്രയാവും? $4.187 ട്രില്യൺ ആവും ഇന്ത്യയുടെ GDP ആ സമയം കൊണ്ട്. $4.187 ട്രില്യൺ ആകും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ ട്രില്യൺ എന്ന് പറഞ്ഞ് വെറുതെ സമയം പാഴാക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഈ രാജ്യങ്ങളെയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ, അവിടുത്തെ GDP ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ, റാങ്കിങ് നിശ്ചയിക്കുമ്പോഴൊക്കെ പോപ്പുലേഷനെ കൂടി കണക്കിലെടുക്കണം. പോപ്പുലേഷൻ കണക്കിലെടുക്കുമ്പോഴാണ് 33.3 കോടി ജനമുള്ള അമേരിക്കയിൽ അവരുടെ പെർ ക്യാപിറ്റ GDP അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $70,539 ആണ്. ഇനി നമ്മൾ ചൈനയിലേക്ക് വന്നാലോ? ചൈനയുടെ എത്രയാണ്? ഇതുവരെയും, അതായത് കഴിഞ്ഞ 2024 മെയ് വരെയും ലോകത്തെ 1ാമത്തെ ജനസംഖ്യയായിരുന്നു ചൈന. ആ ചൈനയ്ക്ക് എത്ര ട്രില്യൺ ആണ് ഇപ്പോൾ ഉള്ളത്? അവരുടെ 19.23 ട്രില്യൺ ആണ് GDP. അപ്പോൾ ഈ 2ാമത്തെ ഹയസ്റ്റ് പോപ്പുലേഷൻ ആയിട്ട് മാറിയ ചൈനയുടെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണെന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്? $13,312 ആണ് അവരുടെ പെർ ക്യാപിറ്റ ഇൻകം. അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഈ $2,500 അത് എവിടെ കിടക്കുന്നു? ഇന്ത്യ ലോകത്തിലെ 1ാമത്തെ ജനസംഖ്യയാണ്. 140 കോടിയായിരുന്നു ഈ 1ാമത്തെ ജനസംഖ്യയായിട്ട് ഉയരുമ്പോൾ. അതായത് 2024 മെയ് മാസത്തിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ 140 കോടിയായിരുന്നു. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു, 2025 മെയ് ആയിരിക്കുന്നു. ഈ സമയം കൊണ്ട് ഇന്ത്യയുടെ പോപ്പുലേഷനും ഒരു പക്ഷേ 145 കോടിയോ ഒക്കെ ആയിട്ടുണ്ടാകും. അത്രയും കോടി ജനങ്ങളുടേതാണ് ഈ പറയപ്പെട്ട 4 അല്ലെങ്കിൽ 3.889 ട്രില്യൺ എടുക്കുമ്പോഴേക്കുമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എത്ര കിട്ടുന്നു? $2,500 ആണ് കിട്ടുന്നത്. അപ്പം $2,500 ഒരു വ്യക്തിയുടെ കയ്യിൽ പെർ ക്യാപിറ്റ ഇൻകം ആയിട്ട് കിട്ടുന്നു എന്ന് പറയുന്നതും, $13,000 കിട്ടുന്ന ചൈനയുടെ കാര്യവും, 70,000 കൂടുതൽ കിട്ടുന്ന അമേരിക്കയുടെ, എങ്ങനെയിരിക്കും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഈ 3 രാജ്യങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ? US വളരെ ടോപ്പിൽ പെർ ക്യാപിറ്റ ഇൻകത്തിലും ജീവിത നിലവാരത്തിലും നിലകൊള്ളുമ്പോൾ ചൈന ഒരു മീഡിയം ലെവലിൽ നിലകൊള്ളുന്നു. ഇന്ത്യ വളരെ താഴെ. ഇന്ത്യ എത്ര താഴെ നിൽക്കുന്നു എന്നത് അറിയണമെങ്കിൽ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2024 കൂടി നമ്മളൊന്ന് നോക്കണം. എന്താണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ? അതായത് പട്ടിണിയുള്ള രാജ്യങ്ങളുടെ മാത്രം ലിസ്റ്റ്. 127 രാജ്യങ്ങളാണ് പട്ടിണിയുള്ള രാജ്യങ്ങളായിട്ട് 2024 കണക്കാക്കിയിട്ടുള്ളത്. ആ 127 രാജ്യങ്ങളിൽ 105ാം റാങ്കാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യക്കുള്ളത്. അതായത് 127 പട്ടിണി രാജ്യങ്ങൾ ഉള്ളതിൽ 105ാം റാങ്കാണ് ഇന്ത്യക്കുള്ളത് എന്ന് പറയുമ്പോൾ എത്ര പരിതാപകരമാണ് ഇന്ത്യയുടെ അവസ്ഥ ഇപ്പോഴും എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം, ഈ നമ്മുടെ രാഷ്ട്രീയക്കാർ, നേതാക്കന്മാരൊക്കെ അയ്യോ ഇന്ത്യ കണ്ടില്ലേ ഇപ്പോൾ 3rd പൊസിഷനിലാണ്,
ഇനിയിപ്പോ ഉടനെ ഫോർത്തിലേക്ക് എത്തും, പിന്നെ 2047 ആകുമ്പോഴത്തേനും ഇന്ത്യ 3rd പൊസിഷനിൽ എത്തുമെന്നാണ് പറയാറുള്ളത് സാധാരണ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ. അങ്ങനെ എത്തുമ്പോഴും ആത്യന്തികമായി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എത്ര, ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ എത്ര പേർ ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം ഈ പറയപ്പെട്ട IMF ഇങ്ങനെ ഒരു കണക്ക് വെറുതെ ഒരു കണക്ക് അവർ റിലേറ്റ് ചെയ്യുന്നുണ്ടാവും, അത് നോക്കണം. അതായത് പെർ ക്യാപിറ്റ ഇൻകവുമായിട്ട് GDPയെ റിലേറ്റ് ചെയ്യാതെ IMF പോലുള്ളൊരു സ്ഥാപനം ഒരു കണക്ക് പുറത്തു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് നോക്കാൻ ഇപ്പോൾ തൽക്കാല സമയം കിട്ടിയിട്ടില്ല. സാധാരണ IMF പോലെയുള്ളവർ എപ്പോഴും ഇതിനെ GDP മാത്രമല്ല പെർ ക്യാപിറ്റ ഇൻകം ആ രാജ്യത്തെയും കൂടി നോക്കിയിട്ടാണ് ആ രാജ്യത്തിന്റെ വളർച്ചയെ കണക്കിലെടുക്കുന്നത്. അതായത് വളരെ വേഗത്തിൽ വളരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു രാജ്യം ഇക്കോണമി കുതിക്കുന്നു എന്ന്, അതായത് അതിന്റെ GDP കുതിക്കുന്നുണ്ടാകാം, പക്ഷേ ആ ജനജീവിതം അതുപോലെ കുതിക്കുന്നില്ല. അതായത് വികസനം, അതായത് വളർച്ചയുടെ സദ്ഫലങ്ങൾ ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോൾ, ജനങ്ങളിലേക്ക് ഇറ്റിച്ചിറങ്ങുമ്പോൾ, ജനങ്ങളിലേക്ക് എങ്ങനെയാ വളർച്ചയുടെ ഫലം ഇറ്റിച്ചിറങ്ങുന്നത്? അവരുടെ ശമ്പളമായിട്ട്, അതുപോലെയുള്ള മറ്റു പലവിധ ആനുകൂല്യങ്ങളായിട്ട്, നല്ല റോഡ്, നല്ല യാത്രാ സൗകര്യങ്ങള്, അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങൾ, നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റി, ഇങ്ങനെ 100 കണക്കിനുള്ള സൗകര്യങ്ങളായിട്ട് ഇറ്റിച്ചിറങ്ങണം GDP ഗ്രോത്ത്. അങ്ങനെ GDP ഗ്രോത്ത് ഇറ്റിച്ചിറങ്ങുന്നില്ല ഇന്ത്യയിൽ എന്നതുകൊണ്ടാണല്ലോ ഈ അടുത്ത ദിവസം തന്നെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ പുറത്തുവിട്ട കോവിഡ് ഡെത്തിന്റെ കണക്ക് നമ്മൾ എടുത്താൽ അറിയാം. എങ്ങനെയാണ് കോവിഡ് ഡെത്തിനെ പറ്റി 4 ലക്ഷത്തിൽ താഴെ കോവിഡ് മരണമേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് വീമ്പിളക്കിയിരുന്ന കേന്ദ്ര സർക്കാരിന് കരണത്തേറ്റ അടിയാണ് അതിന്റെ 6 ഇരട്ടിയെങ്കിലും കോവിഡ് ഡെത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർമ്മിക്കുക. ആ കോവിഡ് ഡെത്തിനെ പറ്റിയുള്ള പഠനങ്ങൾ നടക്കുന്ന കാലത്ത് തന്നെ അമേരിക്കൻ ഇന്റർനാഷണൽ സ്റ്റഡി സെന്റർ നടത്തിയ പഠനത്തില് ഇന്ത്യയിലെ കോവിഡ് മരണം 39 ലക്ഷത്തിനും 49 ലക്ഷത്തിനും ഇടയ്ക്കാണ് എന്ന് അവര് പഠനം നടത്തി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരുന്നു. ആ കണക്ക് അംഗീകരിക്കാൻ അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തയ്യാറായില്ല. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് 5 ലക്ഷത്തിൽ ആദ്യത്തെ, അതായത് കോവിഡ് കഴിഞ്ഞ ആദ്യത്തെ പാർലമെന്റിലാണ് അദ്ദേഹം പറഞ്ഞത് 4 ലക്ഷത്തിൽ താഴെയാണ് ഇന്ത്യയിലെ ആകെ കോവിഡ് മരണമെന്ന്. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് നിഷേധിച്ചെങ്കിലും ഒരു ഏതാനും ദിവസങ്ങളല്ല, ഒരുപക്ഷെ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് ഇന്ത്യയുടെ കോവിഡ് മരണം 30 ലക്ഷത്തിന്റെ ഒക്കെ മുകളിലാണ് എന്ന് സ്ഥിരീകരിച്ച് അംഗീകരിച്ചുള്ള റിപ്പോർട്ട് വന്നു. അപ്പോഴും അംഗീകരിച്ചില്ല. ഇപ്പോഴിതാ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ പഠന റിപ്പോർട്ട് അത് വൈകിപ്പിച്ചത് മനഃപൂർവ്വമായിരുന്നിരിക്കാം. ഈ സത്യങ്ങൾ പെട്ടെന്ന് ആരും അറിയരുത്, അശ്രദ്ധമായി പോകണം എന്ന് കരുതിയായിരിക്കാം. എന്തായാലും ഇപ്പൊ 6.5 ഇരട്ടി വർധനവ്, അന്ന് പറഞ്ഞ ഒഫീഷ്യൽ കണക്കിനേക്കാൾ 6.5 ഇരട്ടി വർധനവ് കോവിഡ് മരണത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. അപ്പൊ നമ്മൾ ഓർക്കണം, ഞാനിത് ഈ കോവിഡിന്റെ കണക്ക് ഇപ്പോൾ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാല്, അതായത് ഈ വികസനം ഉണ്ടാവണമെങ്കിൽ, അതായത് നമ്മുടെ GDPയിൽ ഉണ്ടാകുന്ന വളർച്ച എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഇറ്റിച്ചിറങ്ങണം. എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇറ്റിച്ചിറങ്ങണത്? കോവിഡ് കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഗംഗാനദിയിലൂടെ ഒഴുകി നടന്ന ഡെഡ് ബോഡീസ്, അവർക്ക് ശ്വസിക്കാനോ അവരുടെ ഡെഡ് ബോഡിയെ കെയർ ചെയ്യാനോ പോലും ഉള്ള പ്രാഥമിക ആശുപത്രി സൗകര്യങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനെയാണ് വികസനം ഇറ്റിച്ചിറങ്ങുന്നു ജനങ്ങളിലേക്ക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ വികസനം ഇറ്റിച്ചിറങ്ങാനുള്ള സൗകര്യങ്ങൾ ഇന്ത്യയിൽ ഒട്ടും തന്നെ, പ്രത്യേകിച്ച് ഗ്രാമാന്തരങ്ങളിൽ, പട്ടണങ്ങളിൽ കുറെയൊക്കെ കാണും. ഈവൻ കേരളത്തിൽ പോലും എന്താണ് സംഭവിച്ചത് കോവിഡ് കാലത്ത് എന്ന് നമുക്കറിയാം. അതായത് കോവിഡിന്റെ മരണം ഇവിടെ 7000-ൽ താഴെ എന്ന് ഗവൺമെന്റ് വീമ്പടിച്ചിരുന്ന സമയത്താണ് ഈ പറയപ്പെട്ട സ്റ്റഡി, ഞാൻ പറഞ്ഞ അമേരിക്കൻ സ്റ്റഡി പറഞ്ഞത്, അന്ന് ആ സമയത്ത് 27,000-ൽ അടുത്ത് 27,000-ന്റെ ചുറ്റുവട്ടത്തിൽ മരിച്ചിരുന്നു എന്ന്. അതിനുശേഷം എല്ലാ കണക്കുകളും കൂടെ വന്നപ്പോഴും 40,000 45,000 എന്നാണ് പറഞ്ഞത്. പക്ഷേ അവസാനം
ഇപ്പൊ ഇതാ വന്നിരിക്കുന്ന NSOയുടെ കണക്ക് 65,000 ആയിട്ട് പറഞ്ഞു. പക്ഷെ 65,000-ലും കൂടുതലാണ് 73,000 പേർക്ക് എക്സ്ഗ്രേഷ്യ കൊടുത്ത കണക്കുകൾ പിന്നെ ഇക്കണോമിക് റിവ്യൂവിലുണ്ട്. അപ്പോ എങ്ങനെയാണ് ഈ കണക്ക്? അപ്പോ എല്ലാ കണക്കിലും അപാകതകൾ ഉണ്ട്. ഈ ഗവൺമെന്റുകളെല്ലാം സ്വന്തം മുഖം മിനുക്കാൻ വേണ്ടി ഇത്തരം കാലഘട്ടത്തിലെ മരണക്കണക്കുകളൊക്കെ കുറച്ചു പറയുകയാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ സത്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ GDP കണക്ക് കൂട്ടുമ്പോൾ എന്തുമാത്രം ആഭ്യന്തര മൊത്ത വരുമാനം വളർന്നു എന്നത് മാത്രം നോക്കരുത്. എന്താണ് ആ രാജ്യത്തെ പോപ്പുലേഷൻ? ആ രാജ്യത്തെ പോപ്പുലേഷന്റെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്? അവിടെ ഈ പറയപ്പെട്ട രീതിയിൽ ആ വികസനം അവരിലേക്ക് ഇറ്റിച്ചിറങ്ങിയിട്ടുണ്ടോ? അതായത് അവിടെ ആരോഗ്യ മേഖലയിൽ നല്ല വികസനം ഉണ്ടായിട്ടുണ്ടോ? വിദ്യാഭ്യാസ മേഖലയിൽ വികസനം ഉണ്ടായിട്ടുണ്ടോ? ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനം ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തൊഴിൽ സാധ്യതകൾ ധാരാളമുണ്ടോ? അതോ യൂത്ത് തൊഴിലില്ലാതെ അലയുകയാണോ? ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് മാത്രമാണ് നമ്മൾ IMF ആര് തന്നെ പറഞ്ഞാലും യുക്തിസഹമായിട്ട് നമ്മുടെ GDPയെ കണക്കാക്കുന്നതും GDPയുടെ മഹിമ പറയുന്നതും ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുത്തിട്ട് വേണം.